നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സാറിന് അവരാരെങ്കിലും കണ്ടാ തിരിച്ചറിയാൻ സാധിക്കുമോ? ഇല്ല. ഓ, അങ്ങനെ അങ്ങ് ഉറപ്പിച്ചു പറയാൻ എന്താ കാരണം? അല്ല, പെട്ടെന്നുള്ള ആക്രമണമായിരുന്നു സാറേ. ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമേ ഞാൻ അവരോട് സംസാരിച്ചുള്ളൂ. മിന്നൽ വേഗത്തിൽ കൃത്യം നടത്തി അവർ പോവുകയും ചെയ്തു. അപ്പോ കേസ് തെളിയിക്കാനുള്ള തുമ്പുകളൊന്നും ഇല്ല. സർ, ഒന്ന് ഓർമ്മിച്ച് പറയണം സർ, ഈ മൊഴിയാണ് നിർണായകം. മാഡം, രാജീവ് സാറിന്റെ മൊഴി എടുക്കാനാ ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത്. ഉത്തരങ്ങൾ ആരും അയാളുടെ വായിലേക്ക് തിരികെയൊന്നും വേണ്ട. സാറിന്റെ മൊഴിയെ സ്വാധീനിക്കാൻ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓർമ്മിച്ച് പറയണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ആഹാ, അതിന് ഞാനിവിടെ ഉണ്ട്. സാറിനെ ലക്ഷ്യമിട്ടാണ് അവരവിടെ നിന്നെങ്കിൽ ഉറപ്പായിട്ടും അതൊരു കൊട്ടേഷൻ ആയിരിക്കും. അങ്ങനെ കൊട്ടേഷൻ നൽകാൻ സാറിന് വല്ല ശത്രുക്കളുണ്ടോ? ഇല്ല. അങ്ങനങ്ങ് പെട്ടെന്ന് ഉത്തരം നൽകിക്കളയല്ലേ. ശാലിനി മാഡം പറഞ്ഞതുപോലെ ഒന്ന് ഓർമ്മിച്ച് പറ. ഈ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് സാറിന് എന്തെങ്കിലും ശത്രുതയുണ്ടോ? അങ്ങനെ ആർക്കും ശത്രുതയൊന്നുമില്ല സാറേ. ഒന്നുകൂടെ ഒന്ന് ആലോചിക്ക് സാറേ. ഈ പെൺകുട്ടികളൊക്കെ ഉള്ള കോളേജല്ലേ, അവരിൽ ആരെങ്കിലുമായിട്ട് സാറിന് എന്തെങ്കിലും ചുറ്റിക്കളി? സർ, ഒന്ന് അടങ്ങണം മാഡം. ഈ കേസ് തെളിയിക്കാനാണ് ഞങ്ങൾ ശ്രമം. അതിന് വിവരങ്ങൾ പൂർണ്ണമായിട്ട് കിട്ടണം. ഈ ഉദാഹരണമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അച്ഛനമ്മമാര് കൊടുത്ത കൊട്ടേഷൻ ആയിക്കൂടെ? അല്ലെങ്കിൽ ഈ ലേഡി ലെക്ചർമാർക്കൊക്കെ ആയിക്കൂടെ? അല്ലെങ്കിൽ ഈ നിൽക്കുന്ന സാറിന്റെ ഭാര്യ, അവർക്കൊരു കാമുകനുണ്ടെങ്കിൽ അയാൾ ജയിച്ചതും ആവാം. തൽക്കാലം ഇറങ്ങി പോണം. മനസ്സിലായില്ല? സാറിന് തൽക്കാലം മനസ്സിലാവാത്ത തന്നെയാ നല്ലത്. വെറുതെ തടി വിടക്കാക്കാൻ നിൽക്കാതെ വീട്ടിൽ പോ. അല്ലെങ്കിലേ ഭാര്യ വല്ല ചുറ്റിക്കളിക്കും പോയിന്നിരിക്കും. മനുഷ്യ കടിച്ച് പൊട്ടിക്കാതടോ. ഇനിയും വേണ്ടതല്ലേ? മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള്. അക്രമികളെ ഇയാൾ തിരിച്ചറിയാത്തതൊന്നുമല്ല. പോലീസിനോട് വിവരം പറയാതെ ഏതെങ്കിലും കൊട്ടേഷൻ ഗുണ്ടകളെ വെച്ച് പക വീട്ടാനാണെങ്കിൽ വിവരം അറിയും. നിന്നെയൊക്കെ ചോര ഛർദ്ദിപ്പിക്കും സഹദേവൻ. പിന്നെ നേരെ നിന്ന് ശ്വാസം വിടാൻ പോലും പറ്റില്ല. അതെ, ശ്വാസമൊക്കെ ഞങ്ങൾ വിട്ടോളാം. സഹദേവൻ സാർ ഇപ്പൊ പോ. ഞാൻ പോയേക്കാം, പക്ഷേ നമുക്കിനിയും കാണേണ്ടി വരും. എന്നാ പോട്ടെ രാജീവൻ സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.